ആപ്റ്റിക്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ നോക്കി, മീനിങ്, ഡെഫിനിഷൻ, ടൈപ്സ് ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ് നോക്കി, നാച്ചുറൽ എൻവയോൺമെന്റിന്റെ തന്നെ ബയോട്ടിക്, അബയോട്ടിക്, മാൻമെയ്ഡ് എൻവയോൺമെന്റ്, പിന്നെ അതുപോലെ എൻവയോൺമെന്റൽ അവയർനെസ്, എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്, എക്കോളജിക്കൽ ഇന്റലിജൻസ്, എക്കോളജിക്കൽ സെൻസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാനുണ്ട്, അതുപോലെ ഫോക്കൽ ആസ്പെക്ട്സ് നോക്കാനുണ്ട്, അതുപോലെ ഗോൾസ് നോക്കാനുണ്ട്, ഒബ്ജക്റ്റീവ്സ് നോക്കാനുണ്ട്, നീഡ്സ് ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, ഇമ്പോർട്ടൻസ്, സ്കോപ്പ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ ബാക്കി എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റും. ഏകദേശം എല്ലാ കാര്യങ്ങളും മാറിയും തിരിഞ്ഞും അതേപോലെ തന്നെ വരുന്നതാണ്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു വസ്തുവാണ്. ബേസിക് ആയിട്ട് പഠിക്കുന്നത് അതാണ്. അപ്പൊ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, കൈ നിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. Characteristics of environmental education. Environmental education is a process of providing learning experience to obtain knowledge, understanding, skill, and awareness with desirable attitudinal change about man's relationship with the natural and man-made surrounding, which include the relation of population, pollution, resource allocation, transportation, technology, and urban and rural planning to the total human development. എന്താണ് അത് പറയുന്നത്? ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ക്യാരക്ടേഴ്സ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അതായത് അവനൊരു വസ്തു മനസ്സിലാക്കുന്നതിലൂടെ, ഒരു അറിവ് നേടുന്നതിലൂടെ എത്തരത്തിൽ നമുക്ക് പ്രകൃതിയെ, അതായത് ഹ്യൂമൻ എൻവയോൺമെന്റിനെ മൊത്തത്തിൽ മാറ്റം സംഭവിക്കുന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ മസ്റ്റ് യൂട്ടിലൈസ് ഡിവൈസ് ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് broad array of educational approach to teaching learning about and form of the environment with the due stress of on practical activities and first hand experience. ഇതിൽ പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ എന്താ, അതായത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ആർക്ക് വേണം? വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ്. അതിനെന്താണ്, നമ്മൾ ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം. അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. Environmental education should help learners to discover the symptoms and real cause of environmental problems and thus to develop critical thinking and problem solving skill. എന്താണ്, പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നേരിട്ടറിയാനും അതിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു നിരീക്ഷണ ബുദ്ധി, അതായത് ക്രിയാത്മകമായിട്ട് അതിനെ സമീപിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുകയും വേണം. അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഓൾസോ മോഡിഫിക്കേഷൻ ആൻഡ് ഇംപ്രൂവ് അപ്പോൺ എക്സിസ്റ്റിംഗ് ആൻഡ് വാല്യൂസ് ടുവേർഡ്സ് വൺസ് ഓൺ എൻവയോൺമെന്റ്. അടുത്ത പറയുന്നത് എന്താണ്, വാല്യൂസ് ടുവേർഡ്സ് വൺസ് ഓൺ എൻവയോൺമെന്റ്. ഒരു പ്രകൃതിയെ സംബന്ധിക്കുന്ന വാല്യൂസ് ഉണ്ടാക്കുക. പ്രകൃതി നശിപ്പിക്കുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണ്. മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, മൃഗങ്ങളെ കൊന്നെടുക്കരുത്. അതൊക്കെ എന്താണ്, ഒരു വാല്യൂ സ്വന്തമായിട്ട് എൻവയോൺമെന്റിനെ കുറിച്ച് ഓരോ വ്യക്തികളിലും ഉണ്ടാക്കിയെടുക്കുക. അടുത്തത് പറയുകയാണെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് ലൈഫ് ലോങ് പ്രോസസ് ബീങ് അറ്റ് ദ പ്രീ സ്കൂൾ സ്റ്റേജ് ലെവൽ ആൻഡ് കണ്ടിന്യൂ ത്രൂ ഓൾ ഫോർമൽ ആൻഡ് നോൺ ഫോർമൽ സ്റ്റേജ്. അതിൽ പറയുന്നത് എന്താണ്, ഇതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഇപ്പൊ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചോ, അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിച്ചോ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചോ, അവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ജീവിതത്തിൽ ഉടനീളം പിന്തുടരേണ്ട ഒരു കാര്യമാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത്. അത് ഫോർമൽ ആണെങ്കിലും നോൺ ഫോർമൽ ആണെങ്കിലും. ഇപ്പൊ നമ്മൾ സ്കൂളിൽ നിന്ന് മാത്രം ഫോർമൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമല്ല, നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒക്കെ എന്താണ്, ആർജിക്കേണ്ടതാണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇന്റർ ഡിസിപ്ലിനറി ഡിസിപ്ലിൻ ഇൻ മേക്കിംഗ് പോസിബിൾ ഹോളിസ്റ്റിക് ആൻഡ് ബാലൻസ്ഡ് പെർസ്പെക്റ്റീവ്. എന്താണ്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാത്രം ഒതുങ്ങേണ്ടതല്ല. അത് മറ്റൊരു ഇന്റർ ഡിസിപ്ലിനറി ആണ്. മറ്റു സബ്ജക്റ്റുകളൊക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്. നമ്മൾ പ്രകൃതിയിൽ ഇപ്പൊ ഒരു പൂവിനെ കുറിച്ച് പഠിക്കുകയാണ് ബേസിക് സയൻസിൽ. അപ്പൊ എന്താണത്, അത് നാച്ചുറലിലേക്ക് ഇറങ്ങിയിട്ട് വേണം പഠിക്കാൻ. എൻവയോൺമെന്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം പഠിക്കാൻ. എന്തുകൊണ്ടാണ് അത് സംരക്ഷിക്കേണ്ടത്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിൽ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് എന്താണ് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോക്കൽ ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് നോക്കാനുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ട് 6 പോയിന്റ്സ് ആണ് വരുന്നത്. അതിൽ ഓരോ പോയിന്റ്സിനും സബ് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. ഫസ്റ്റ് വരുന്നത് നാച്ചുറൽ റിസോഴ്സ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. അടുത്തത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. അടുത്തത് ഇമ്പോർട്ടന്റ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. അടുത്തത് എൻവയോൺമെന്റൽ കൺസർവേഷൻ പോളിസി ആൻഡ് പ്രോഗ്രാംസ്. അടുത്തത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇൻകോർപ്പറേഷൻ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ കരിക്കുലം ടു ഡെവലപ്പ് എൻവയോൺമെന്റൽ അവയർനെസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽസ് ഫോർ സോൾവിംഗ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആണ് അടുത്ത പോയിന്റ്. ഈ ഒരു 6 പോയിന്റും
ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ ഒരു 6 പോയിന്റിനെ കേന്ദ്രീകരിച്ചാണ് ഇതിന്റെയൊക്കെ സബ് പോയിന്റ്സ് വരുന്നത്. അടുത്തത് അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻസ്. അതിൽ വരുന്നത് പ്രധാനമായിട്ട് 4 പോയിന്റ് ആണ്. ഇതിൽ ത്രീയും ഫോറിലും തന്നെ സബ് പോയിന്റ്സ് വീണ്ടും വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് പോയിന്റ് ഇത് എവിടുന്നാണ് വരുന്നത്? ഫസ്റ്റത്തെ നാച്ചുറൽ റിസോഴ്സ് ആൻഡ് പ്രോബ്ലംസ് എന്നുള്ള ഈ പോയിന്റിന്റെ സബ് പോയിന്റ് ആണ് ഈ ഒരു 4 ഈ 4 തന്നെ 3നും 4നും വീണ്ടും സബ് പോയിന്റ്സ് വരുന്നുണ്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ റിസോഴ്സ്, ഇതിൽ വരുന്നത് ഫസ്റ്റ് പോയിന്റ് വരുന്നത് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമുക്ക് വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റാത്തത്. നമ്മൾ വിചാരിച്ചാലും വീണ്ടും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പം കൽക്കരി, പെട്രോളിയം ഇതൊക്കെ ഖനനം ചെയ്തെടുക്കുന്ന വസ്തുക്കളാണ്. ഇതെന്താണ്? നമ്മൾ വിചാരിച്ചാലും വീണ്ടും നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റൂല. പിന്നെ നാച്ചുറൽ റിസോഴ്സ്, ലാൻഡ്, വാട്ടർ, എയർ, മിനറൽ, ഫോറസ്റ്റ്, ഫുഡ്, ഇതൊക്കെയാണ് അടുത്തത് വരുന്നത്. പിന്നെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു നാച്ചുറൽ റിസോഴ്സ് ആണ് അടുത്ത പോയിന്റ്. പിന്നെ റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ കൺസർവിംഗ് ദ നാച്ചുറൽ റിസോഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ നാച്ചുറൽ റിസോഴ്സിൽ തന്നെ വരുന്ന അടുത്ത 3ാമത്തെ പോയിന്റ് ആണ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു നാച്ചുറൽ റിസോഴ്സ്. അതിൽ എന്തൊക്കെയാ പറയുന്നത്? ലാൻഡ് റിസോഴ്സ്, ഫോറസ്റ്റ് റിസോഴ്സ്, വാട്ടർ റിസോഴ്സ്, മിനറൽ റിസോഴ്സ്, ഫുഡ് റിസോഴ്സ്, എനർജി റിസോഴ്സ്. ഇത്രയും എന്താണ് റിസോഴ്സുകൾ നമുക്കുണ്ട്. അതിനെ സംബന്ധിക്കുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് വയനാട്ടിൽ തന്നെ അറിയാം ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ പേര് അറിയാം, ഉരുൾപൊട്ടലിന്റെ ലാൻഡ് സ്ലൈഡ്സ്. എന്താണ് ലാൻഡ് സ്ലൈഡ്സ്? സോയിൽ ഇറോഷൻ, ലോസ് ഓഫ് ഫെർട്ടിലിറ്റി, ഡെസേർട്ടിഫിക്കേഷൻ, എന്താണ് മരുഭൂമി പോലെ ആവുന്ന ഒരു അവസ്ഥ. അത്തരത്തിലുള്ളതൊക്കെയാണ് എന്ത് ലാൻഡ് റിസോഴ്സിൽ വരുന്നത്. പിന്നെ ഫോറസ്റ്റിലാണെങ്കിലോ ഡീഫോറസ്റ്റേഷൻ, വനവൽക്കരണം, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്ന ഒരവസ്ഥ. അതുപോലെ ഓരോന്നിനും കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. വാട്ടറിലാണെങ്കിലും മിനറലിലാണെങ്കിലും ഫുഡിലാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതിലൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യം അതിൽ വരുന്ന ഒരു പ്രോബ്ലംസ് ആണ് പറയുന്നത്. അടുത്ത 4th പോയിന്റ് നോക്കുകയാണെങ്കിൽ റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ കൺസർവിംഗ് ദ നാച്ചുറൽ റിസോഴ്സ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി എന്താണ്? ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. കൺസർവിംഗ് ദ ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ എന്താണ് ബയോഡൈവേഴ്സിറ്റി നമ്മളെ സംരക്ഷിക്കുക. എനർജി സേവിങ്, നശിപ്പിക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ സേവ് ചെയ്യാൻ നോക്കുക. പിന്നെ റെഡ്യൂസിങ് ദ യൂസ് ഓഫ് പേപ്പർ. എന്താണ് പേപ്പർ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? മരങ്ങളിൽ നിന്നാണ്. അപ്പൊ എന്താണ് നമ്മൾ പേപ്പറിന്റെ യൂസ് കുറയ്ക്കുകയാണെങ്കിൽ എന്താണ്? അപ്പൊ മരങ്ങൾ വെട്ടുന്നത് കുറയും. ഇത്തരത്തിൽ റെഡ്യൂസിങ് ദ യൂസ് ഓഫ് പേപ്പർ. പിന്നെ അവോയ്ഡിങ് പ്ലാസ്റ്റിക് ഐറ്റംസ്. എന്താണ് പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ എന്താണ് നമ്മൾ അലക്ഷ്യമായിട്ട് മണ്ണിലേക്ക് വലിച്ചെറിയുകയും അതെന്താണ് മണ്ണിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് അവോയ്ഡിങ് പ്ലാസ്റ്റിക് ഐറ്റംസ്. പിന്നെ അതർ വേ ഓഫ് കൺസർവിങ് നാച്ചുറൽ റിസോഴ്സ്. പിന്നെ മറ്റുള്ള ഓരോ മാർഗങ്ങൾ, നമുക്ക് പല മാർഗങ്ങളും സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. നാച്ചുറൽ റിസോഴ്സിൽ നമ്മൾ 4 പോയിന്റ്സ് ആണ്. ആ 4 പോയിന്റ്സിൽ തന്നെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു നാച്ചുറൽ റിസോഴ്സിൽ തന്നെ വീണ്ടും ഒരുപാട് പോയിന്റ്സ് കണ്ടു. അതുപോലെ റോൾ ഓഫ് ഇൻഡിവിജ്വൽ ടു കൺസർവിംഗ് നാച്ചുറൽ റിസോഴ്സ് ഇതിലും ഒരുപാട് പോയിന്റ്സ് കണ്ടു. അപ്പൊ ഇത് കറക്റ്റ് എഴുതിയിട്ട് നോക്കി പഠിക്കുക. അടുത്തത് നോക്കുകയാണെങ്കിൽ 2ാമത്തെ പോയിന്റ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻവിയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സിൽ തന്നെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. എൻവിയോൺമെന്റൽ പൊല്യൂഷനും വേരിയസ് എൻവിയോൺമെന്റൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സും നോക്കാം. എന്താണ് എൻവിയോൺമെന്റൽ പൊല്യൂഷനിൽ വരുന്നത്? ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ. ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് ഒക്കെയാണ് എൻവിയോൺമെന്റിൽ വരുന്നത്. ലാൻഡ് അതായത് ഭൂമിനെ മലിനപ്പെടുത്തുക, വെള്ളത്തിനെ മലിനപ്പെടുത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രീതിയിൽ വരുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിലോ വേരിയസ് എൻവിയോൺമെന്റൽ ഹസാർഡ്സ് എന്തൊക്കെയാണ്? ഡിസാസ്റ്റേഴ്സ്, എർത്ത് ക്വാക്ക്, സുനാമി, ലാൻഡ് സൈഡ്, പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ, ഫ്ലഡ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്? എൻവിയോൺമെന്റൽ പ്രോബ്ലംസ് ഇതിൽ വരുന്നത്. അടുത്തത് 3ാമത്തത്. നമ്മൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ എവിടെന്നാ നോക്കി വരുന്നതെന്ന് ഓർക്കണേ കറക്റ്റ്. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സ് ആൻഡ് പ്രോബ്ലംസ് പറഞ്ഞു, എൻവിയോൺമെന്റൽ പൊല്യൂഷൻ ഹസാർഡ്സ് പറഞ്ഞു. അടുത്തതിൽ 3ാമത്തെ പോയിന്റ് ആയിട്ടുള്ള എൻവിയോൺമെന്റൽ പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഓക്കെ, കറക്റ്റ് നോക്കണേ. അപ്പോൾ ഇമ്പോർട്ടന്റ് ഓഫ് എൻവിയോൺമെന്റൽ പ്രോബ്ലംസ് അതിൽ ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയേഴ്സ്, ആസിഡ് റെയിന്, പിന്നെ ഫ്ലോറ ഫൂണ അതിൻ്റെത്. അപ്പൊ അതിലെന്താണ് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആഗോളതാപനം അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രകൃതി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കും. പിന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതുപോലെ ഓസോൺ ലെയറിന് ഉണ്ടാകുന്ന വിള്ളലുകള്, പിന്നെ അമ്ലമഴ, ആസിഡ് റെയിന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കുക. പിന്നെ എൻവിയോൺമെന്റൽ കൺസർവേഷൻ പോളിസി ആൻഡ് പ്രോഗ്രാംസ് അതിൽ എന്തൊക്കെയാണ് വരുന്നത്? എഫേർട്സ് ടേക്കൺ ഇൻ ഇന്ത്യ ഫോർ ദ കൺസർവേഷൻ ഓഫ് എൻവിയോൺമെന്റൽ ആൻഡ് ദ ലോസ് ഓഫ് ഇനാക്റ്റഡ് ഇൻ ദ റിഗാർഡ്. പിന്നെ ക്രിയേഷൻ ഓഫ് ജെൻസ് ബാങ്ക്, സോളാർ പവർ പ്രൊജക്ട്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ഫോറസ്റ്റ്.
ഇതൊക്കെ എന്താണ്, ഒരുപാട് പോളിസികളും പ്രോഗ്രാംസും ഒക്കെ എന്താണ് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്, ആ ഒരു പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നെ അടുത്ത വരികയാണെങ്കിൽ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അതിലെന്താണ് സോയിൽ മാനേജ്മെന്റ്, വാട്ടർ മാനേജ്മെന്റ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ്. അപ്പൊ അഞ്ചാമത്തെ പോയിന്റ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് NGOs ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. ഇത്രയും പോയിന്റ് ആണ് ഇതിൽ വരുന്നത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷനിൽ. അപ്പൊ മാനേജ് ചെയ്യുകയും ചെയ്യുക, അത് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുക, ആ ഒരു കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ആറാമത്തെ പോയിന്റ് ആണെങ്കിലോ ഇൻകോർപ്പറേഷൻ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ കരിക്കുലം ടു ഡെവലപ്പ് എൻവയോൺമെന്റൽ അവയർനെസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ ഫോർ സോൾവിംഗ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. എന്താണ് ഇതിൽ പറയുന്നത്? സ്കൂൾ കരിക്കുലത്തില്, അതായത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം അറിവ് നൽകണം ഈ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച്, അവർക്ക് അറിവ് കൊടുക്കുകയും അത് കരിക്കുലത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നതിലൂടെയാണ് വരും തലമുറക്ക് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് പ്രൊവൈഡിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ഹൈസ്കൂൾ ക്ലാസ്സിൽ, UP ലെവലില്, LP ലെവലിലൊക്കെ വ്യത്യസ്തമായ രീതിയിൽ അവരുടെ രീതിയിൽ ആ ഒരു എഡ്യൂക്കേഷൻ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക, കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്രോച്ചസ് ഇൻ പ്രൊവൈഡിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, വിവിധ തരത്തിലുള്ള അപ്രോച്ചസ് സ്വീകരിക്കുക. വേസ് ആൻഡ് മീൻസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ കരിക്കുലം, അതായത് എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉൾച്ചേർത്തിട്ടുള്ള ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കുക എന്താണ് ഓരോ കരിക്കുലത്തിലും. പിന്നെ ഗൈഡ് ലൈൻസ് ടു ദ ഇൻക്ലൂഡ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് സ്കൂൾ ലെവൽ, ഓരോ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലുള്ള ഗൈഡ് ലൈൻസ് തയ്യാറാക്കുക. പിന്നെ പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ ഇമ്പാർട്ടിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, ഇതിനെ കേന്ദ്രീകരിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കുക. നോക്കാനുള്ളത് നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞതുള്ളതാണ്. നാച്ചുറൽ റിസോഴ്സ് ഓഫ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്, ഇമ്പോർട്ടന്റ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, എൻവയോൺമെന്റൽ കൺസർവേഷൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ദ സ്കൂൾ കരിക്കുലം ടു ഡെവലപ്പ് എൻവയോൺമെന്റൽ അവയർനെസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ ഫോർ സോൾവിംഗ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. ഇത്രയും ഫോക്കൽ ആസ്പെക്ട്സ് ആണ് എന്തിൽ വരുന്നത്, എൻവയോൺമെന്റിന്റെ ഈ ഒരു ഇതിൽ വരുന്നത്. നമ്മൾ തന്നെ ഓരോ ഇതിലും പഠിച്ചു, സബ് പോയിന്റ്സും ഉണ്ട്, ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഗോൾസ് ആണ് നോക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഫോക്കൽ ആസ്പെക്ട്സ് പറഞ്ഞു, ഇനി അടുത്തത് ഗോൾസ്. Goals of environmental education. UNESCO has highlighted the following aims of environmental education. The aim of environmental education is clearly to show the economic, social, political, and ecological interdependence of the modern world, in which discussion and action by different countries can be international ആണ്. ഇപ്പൊ എന്താണ് അതിൽ വരുന്നത്? ഓരോ കൺട്രിക്കും നമ്മൾ എന്താണ് ഇപ്പോ കേരളം മാത്രമോ അല്ലെ ഇന്ത്യ മാത്രമോ അല്ലെങ്കിൽ എന്താണ് US മാത്രമോ വിചാരിച്ചുകൊണ്ട് എന്താണ് സംരക്ഷിക്കാൻ പറ്റുന്നതല്ല. മുഴുവൻ രാജ്യങ്ങളും ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളണം. അതാണ് ഇതിൽ പറയുന്നത് കാര്യങ്ങൾ. The main aim of environmental education at the grassroots level is succeed to making individual and community to understand the complex nature of the natural and built environment. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നുണ്ടെന്ന്. എന്താണ് നമ്മൾ നന്നായിട്ട് മറ്റുള്ളവരോട് നന്നാവാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഓരോ വ്യക്തിയും എന്താണ്, ഓരോ കമ്മ്യൂണിറ്റിയും എന്താണ് ഇതിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേണമെന്നുള്ളത്. അവയർനെസ്, നോളജ്, ആറ്റിറ്റ്യൂഡ് ബിൽഡിംഗ് ഫോർ മോട്ടിവേറ്റിംഗ് ടു പ്രൊട്ടക്ട് എൻവയോൺമെന്റ്, ഇവാലുവേഷൻ ഓഫ് എൻവയോൺമെന്റൽ മെഷേഴ്സ് ആൻഡ് സ്കിൽ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. അവയർനെസ്, നോളജ്, ആറ്റിറ്റ്യൂഡ് ബിൽഡിംഗ്, പിന്നെ ഇവാലുവേഷന്, പിന്നെ സ്കിൽ ആൻഡ് കപ്പാസിറ്റി. ഈ ഒരു 5 പോയിന്റ് ആണ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ടു ഡെവലപ്പ് ആൻ അവയർനെസ് ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് സെൻസിറ്റിവിറ്റി ടു ടോട്ടൽ എൻവയോൺമെന്റൽ ആൻഡ് അലൈഡ് പ്രോബ്ലംസ്. പിന്നെ അടുത്ത് വരുന്നത് ടു ഹെൽപ്പ് അക്വയറിംഗ് നോളജ് ആൻഡ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് അസോസിയേറ്റഡ് പ്രോബ്ലംസ്. അടുത്തത് ടു ഡെവലപ്പ് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സ്ട്രക്ചർ, പ്രോസസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് എൻവയോൺമെന്റ്, ഇന്റർഡിസിപ്ലിൻസ് ഓഫ് എൻവയോൺമെന്റൽ കോമ്പണൻസ്. അപ്പൊ ഇതിലൊക്കെ വരുന്നത് നമുക്കറിയാം. മെയിനായിട്ടും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെയും അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടാക്കി, പിന്നെ അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒബ്ജക്റ്റീവിലും വരുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നില്ല തോന്നുന്നു.
to help acquiring skills of identifying and solving environmental problems, to develop attitudinal a set of values and feeling of concern of the environment and encouragement of motivation for active participation in the protection and improvement of environment. അതുപോലെ ആറാമത്തെ പോയിന്റ് ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓർ പ്രാക്ടീസ് at all levels in working for solution and environmental problems. To develop an ability for evaluating environmental components of educational programs in terms of ecological, economic, social, culture, aesthetic and educational factors. എന്താണ് ഒരു പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അവിടുത്തെ സാമ്പത്തികപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഒക്കെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഈ ഒരു കാര്യത്തിലും വരുന്നത്. എക്കണോമിക്, സോഷ്യൽ, കൾച്ചർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കണം. അടുത്ത നോക്കാനുള്ളത് നീഡ് ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. അതിൽ വരുന്നത് ആസിഡ് റെയിൻ, ഡിസർട്ടിഫിക്കേഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലെയർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ എന്താണ് ഫ്യൂച്ചറിലേക്ക് നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുകയും നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട നീഡ്. എന്തുകൊണ്ട് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ആൻസർ ആണത്. നീഡ് എന്തിനാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. പിന്നെ ഗോൾസ്, കൺസെപ്റ്റ് ആൻഡ് കമ്പോണൻസ് ഓഫ് സ്പെസിഫിക് എഡ്യൂക്കേഷണൽ മെഷേഴ്സ്. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻവയോൺമെന്റൽ ക്രൈസിസ് ആൻഡ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. പിന്നെ സബ്ജക്റ്റ് ആൻഡ് ആക്ടേഴ്സ്, ടീച്ചർ, ദ പീപ്പിൾ, ദിയർ ക്വാളിഫിക്കേഷൻസ്. പിന്നെ ടാർഗറ്റ് ഗ്രൂപ്പ്, ലോക്കൽ എൻവയോൺമെന്റ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കണ്ടീഷൻ ആൻഡ് അസസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. പറയുന്ന പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നമ്മൾ നീഡ്, എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ആവശ്യകത, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തി എന്നാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക, നമ്മളുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ ഒരു ഭൂമിയെ നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുക, നമുക്കതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോക്കാനുള്ളത്. അടുത്ത് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് എസെൻഷ്യൽ ഫോർ ദ സെൽഫ് ഫുൾഫിൽമെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് ആൻഡ് അഡൽട്ട്. എന്താണ് സെൽഫ് ഫുൾഫിൽമെന്റിനും സോഷ്യൽ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ്. അതുപോലെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറെന്റ് ഫുഡ് ചെയിൻ ആൻഡ് നാച്ചുറൽ എക്കോളജിക്കൽ ബാലൻസ്. എക്കോളജിക്കൽ ബാലൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഫുഡ് ചെയിൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ പുഴു അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടോ, ചെറിയ ബാക്ടീരിയകള് അതിനെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോന്ന്. എന്നാൽ എന്താണ് ഫുഡ് ചെയിനിൽ ഇത് ഓരോന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുക്കളാണ്. ഇവ നിലനിൽക്കുന്നെങ്കിൽ മാത്രമാണ് ആഹാര ശൃംഖല. ഇപ്പൊ ഒരു പുഴു ആണെങ്കിൽ ഒരു പുഴു അതിനെ തിന്നിട്ടാണ് എന്ത് ഒരു പൂമ്പാറ്റ ജീവിക്കുന്നത്. ആ പൂമ്പാറ്റയെ തിന്നിട്ടായിരിക്കും ഒരു പൂച്ച ജീവിക്കുന്നത്. ആ പൂച്ചയെ തിന്നിട്ടായിരിക്കും എന്ത് ഒരു സിംഹം ജീവിക്കുന്നത്. അപ്പൊ എന്താണ് ആ സിംഹം ചത്തു കഴിഞ്ഞാൽ അതെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ജീർണിച്ചു കഴിയുമ്പോഴെന്താണ് വീണ്ടും ഈ പുഴുക്കൾ അതിനെ തിന്നുന്നു. അങ്ങനെ ഈ ഒരു തുടരുന്നതാണ് നമ്മുടെ ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എക്കോളജിക്കൽ ബാലൻസിന് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് എന്ത് നമ്മുടെ ഫുഡ് ചെയിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രീഷിയേറ്റിംഗ് ഹൗ ദ എൻവയോൺമെന്റ് ഈസ് യൂസ്ഡ് ടു മേക്കിംഗ് ലിവിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് മെറ്റീരിയൽ കൾച്ചർ. അടുത്ത് നോക്കുകയാണെങ്കിൽ എനാബിൾ വൺസ് അപ്രീഷിയേറ്റ് ആൻഡ് എൻജോയ് നേച്ചർ ആൻഡ് സൊസൈറ്റി. It inculcates a concern for the systematic change of environmental for the distant and the immediate welfare and mankind. It makes one conscious of the problem of population exploitation and depletion of natural resource, global warming, etc. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്താണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിൽ വരുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ സ്കോപ്പ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഈ സ്കോപ്പിനെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് എത്ര പോയിന്റ്സ് വരുന്നുണ്ട്, 12ഓളം പോയിന്റ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ വീണ്ടും സബ് പോയിന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ദ സ്കോപ്പ് ഓഫ് കണ്ടന്റ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ക്യാൻ ബി സ്റ്റഡി ഇൻ ടേംസ് ഓഫ് 4 കമ്പോണൻസ്. കമ്പോണൻസ് ഏതൊക്കെയാണ്? അവയർനെസ്, റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, കൺസർവേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിൽ തന്നെ അവയർനെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ ദിസ് സെഗ്മെന്റ് an effort made to make the individual conscious about the physical, biological and cultural aspects of environment. The environment is linked with the life support system comparing 6 components. ഏതൊക്കെയാണ്? എയർ, ലാൻഡ്, വാട്ടർ, ഫ്ലോറ, ഫൂണ ആൻഡ് സൺലൈറ്റ്. അതാണ് നമുക്ക് ഉണ്ടാവേണ്ട അവയർനെസ്. റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ദിസ് സിറ്റുവേഷൻ ലിങ്ക് എൻവയോൺമെന്റ് ടു ലൈഫ്. എസ് കണ്ടീഷൻ ആസ് ലൊക്കേഷൻ സ്പെസിഫിക് പ്രോബ്ലം ആൻഡ്
പ്രയോറിറ്റീസ് ഓഫ് ഈച്ച് ഏരിയ ആർ ഡിഫറെന്റ്. ഓരോ ഏരിയയിൽ ഉണ്ടാകുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതാണ് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ നേടിയിരിക്കേണ്ട ഒരു നോളജ്. അടുത്തത് കൺസർവേഷൻ. ദിസ് encompasses the utilization of natural resources not only by the present but also by the future generation. It doesn't not include the process of exploitation. എന്താണ് നമ്മൾ ചൂഷണം ചെയ്യാതെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുക, അതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കുക. അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കളൊക്കെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കളൊക്കെ എന്താണ് പ്രകൃതിയിലുണ്ട്. നമ്മുടെ ആർത്തിക്ക് വേണ്ടിയ, അതായത് അൺലിമിറ്റഡ് യൂസിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും, വരുന്ന തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുകയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ്, ദ എൻവയോൺമെന്റ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി, നാച്ചുറൽ ആൻഡ് ബിൽഡ് ദ ടെക്നോളജിക് ആൻഡ് സോഷ്യൽ. അടുത്തത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ് സ്റ്റാർട്ടിംഗ് അറ്റ് ദ പ്രീ സ്കൂൾ ലെവൽ ആൻഡ് കണ്ടിന്യൂ അറ്റ് ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിന്റ് ഒക്കെ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഷുഡ് അഡോപ്റ്റ് ആൻ ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് ഡ്രോയിങ് ഓൺ ദ കണ്ടന്റ് ഓഫ് ഈച്ച് ആൻഡ് എനാബിളിംഗ് ഹോളിസ്റ്റിക് ബാലൻസ് പെർസ്പെക്റ്റീവ്. ഇതൊക്കെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് വീണ്ടും വരുന്നത്, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡൻസ് ഷുഡ് ബി എനാബിൾ ടു ഗെറ്റ് ഇൻസൈറ്റ് ടു എൻവയോൺമെന്റൽ കണ്ടീഷൻ ഇൻ ദ other countries by examining major environmental issues from local, national and international points of view. അപ്പം സ്റ്റുഡൻസിന് എന്താണ് അവയർനെസ് ഉണ്ടാവണം. ഇപ്പം ഇന്ത്യയിൽ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം ആണോ നമ്മുടെ UK ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ചൈനയിൽ ഉണ്ടാകുന്നത്, ഇപ്പോൾ ഓരോ നാഷനിൽ ഉണ്ടാകുന്നത്. ഇപ്പം കേരളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണോ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ഉണ്ടാകുന്ന പ്രശ്നമാണോ പാലക്കാട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പാലക്കാട് ഉണ്ടാകുന്ന പ്രശ്നമാണോ കൊല്ലത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഓരോ റിലീജിയസിനെ, ഓരോ പിന്നെ വെസ്റ്റ് ഗാർഡ്സ്, നമ്മുടെ പശ്ചിമഘട്ടം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, അത്തരത്തിൽ ഓരോ കണ്ടീഷനും ഓരോ എക്കോളജിക്കൽ സിസ്റ്റത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവുണ്ടായിരിക്കണം. പിന്നെ while historical perspective should be taken into consideration, the focus should be on the current and potential environmental issues. എന്താണ് നമ്മുടെ പഴയ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഹിസ്റ്ററി അറിഞ്ഞിരുന്നാൽ മാത്രമാണ് എന്ത് നമ്മുടെ ഫ്യൂച്ചറിൽ അത് എത്രത്തോളം കറക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഭാവിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. അടുത്തത് പ്രൊമോട്ട് ഇന്റർനാഷണൽ കോപ്പറേഷൻ ഇൻ ദ പ്രിവെൻഷൻ ആൻഡ് സൊല്യൂഷൻ ഓഫ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. അടുത്തത് എൻഷ്യൂർ ദ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ഹാവ് പ്ലേസ് ഇൻ പ്ലാൻസ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. അടുത്തത് ഫെസിലിറ്റേറ്റ് ലേണേഴ്സ് ടു ഹാവ് റോൾ ഇൻ പ്ലാനിങ് ദെയർ ലേണിംഗ് എക്സ്പീരിയൻസ്. വിദ്യാർത്ഥികൾക്ക് പ്ലാൻ ചെയ്യാനുള്ള അവസരം ലേണിംഗ് എക്സ്പീരിയൻസിൽ ഉണ്ടായിരിക്കണം. Enable learners to discover the symptoms and real cause of environmental problems. അടുത്തത് relate environmental sensitivity, knowledge, problem solving skills and values clarification on every age, but with special emphasis on environmental sensitivity to the learners' own community in early years. അടുത്തത് stress to the complexity of environmental problems and needs of developing the critical thinking and problem solving skills. Utilize diverse learning and environment with the due stress of first hand experience and practical activities. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇതിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം വീണ്ടും അത് തന്നെ പറയണമെന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വൃത്തിക്ക് പഠിക്കുക, ഒന്നെങ്കിൽ ഫോക്കൽ ആസ്പെക്ട്സ് പഠിക്കുക, അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഏതെങ്കിലും ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഏതൊരു ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇതിന്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഫോക്കൽ ആസ്പെക്ട്സ് പറഞ്ഞു, ഗോൾസ് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, നീഡ് ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പറഞ്ഞു, പിന്നെ സ്കോപ്പ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ. അപ്പൊ നമ്മൾ യൂണിറ്റ് 2 ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.